പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. ഹലോ ഡിയേഴ്സ്, സ്വയംഭവത്തെ പറ്റി നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അല്ലെ? അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. സ്വയംഭവം ചെയ്യുമ്പോൾ 10 രീതിയിൽ എങ്ങനെയൊക്കെ നിങ്ങളുടെ ലിംഗത്തിൽ ടച്ച് ചെയ്യാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. അപ്പൊ സ്വയംഭവം ചെയ്യുമ്പോൾ 10 തരത്തിൽ ഡിഫറെന്റ് രീതിയിൽ എങ്ങനെയൊക്കെ ലിംഗത്തിൽ ടച്ച് ചെയ്യണം നോക്കാം. എന്തുവാടാ ഈ ആയുധം? ഇതെന്താ പാറ്റൻ ടാങ്കോ? ഇത് കുക്കുംബറാണേ. ഏകദേശം ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. അയ്യോ, ഈ കൊച്ചിനെല്ലാം അറിയാം. ചിലര് തുപ്പലൊക്കെ ഉപയോഗിച്ചിട്ട് സ്വയംഭവം ചെയ്യുന്നുണ്ട് അല്ലെ? ഒന്നാമത്തെ പ്രഷർ പോയിന്റ് മസാജ് ആണ്. അതെന്ന് പറയുമ്പം പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പറഞ്ഞോളൂ. ഇപ്പൊ ഇങ്ങനെ തൊട്ടു, പിന്നെ ഇങ്ങനെ തൊട്ടു. നിങ്ങൾക്ക് പ്രഷർ തോന്നിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് വരുന്നത്. ഓക്കെ, എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. അടുത്ത സ്ലൈഡിങ് ചെയ്യുന്നതാണ്. ഇപ്പൊ താഴെ നിന്നാണെങ്കിലും മുകളിലേക്ക് സ്ലൈഡ് ചെയ്യുന്നത്, തെന്നി മാറുന്ന പോലെ. അത് സൈഡിലോട്ടാകാം, അപ്പിലോട്ടാകാം. നീയും അയാളും പിന്നെയാണ് ട്വിസ്റ്റ് ചെയ്യുന്നത്. അതെന്ന് പറയുമ്പോൾ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ട്വിസ്റ്റ് ചെയ്യുന്നത്. കടച്ചിലല്ല, കൈപ്പണിയാണ് സാർ. വളച്ചൊടിച്ചേക്കരുത്, വളരെ പതിയെ സ്മൂത്ത് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, വയസ്സായി വരികയല്ലേ, കുറച്ച് കോയപ്പെടുത്തിട്ട് നല്ലോണം ഒരു പിടുത്തം പിടിച്ചാൽ മതി സലീമേ. അടുത്തത് ഹെഡ് മസാജ് ആണ്. ഏറ്റവും അറ്റ ഭാഗത്ത് പോളിഷ് ചെയ്യുന്ന പോലെ. ഹെഡ്. ഓക്കെ, ഇതും കൂടുതൽ സെൻസിറ്റീവായ ഭാഗമാണ്. കൂടുതലായിട്ട് പ്രഷർ കിട്ടാൻ വേണ്ടി സഹായിക്കും. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ ഉറക്കം.